ഇപ്പോൾ എനിക്ക് ശനിദശയാണ്, അപ്പോൾ എന്ന് പറഞ്ഞാൽ അയാൾക്കുണ്ട് വളരെ മോശം അവസ്ഥ എന്നുള്ളതാണ്. ശുക്രദശ എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമാണോ? ശുക്രദശയിലും വളരെ ദോഷങ്ങളുണ്ട്. ഈ ശുക്രദശയിൽ ശനിയുടെ അപഹാരം വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് സെയിം സംഭവം ഫീൽ ചെയ്യില്ലേ? അത് ശുക്രനും ശനിയും നിൽക്കുന്ന രാശി അനുസരിച്ച് കൂടി ഇരിക്കും അത്. സർ, ശനിദോഷം ഈ എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. അപ്പം അറിഞ്ഞും അറിയാതെയും എല്ലാവരുടെയും മനസ്സിനകത്ത് ഈ ശനി ഒരു പേടിച്ചിരിപ്പുണ്ട്. ഈ ശനിദോഷം മാറാൻ എന്ത് ചെയ്യണം? പരിഹാരം ചെയ്താൽ ശനിദോഷം മാറുമോ? ഇത് വളരെ നല്ലൊരു സബ്ജക്റ്റാണ്. കാരണം ഈ ശനിദോഷം എന്ന് പറയുന്നത് തന്നെ ശരിക്കും തെറ്റാണ്. കാരണം നമ്മുടെ നവഗ്രഹങ്ങളിൽ നമ്മൾ ഒരു ഗ്രഹത്തിനെ മാത്രമേ ഈശ്വരൻ എന്ന് വിളിക്കുന്നുള്ളൂ, ശനീശ്വരൻ എന്നാണ് പറഞ്ഞത്. വേറെ ഏറ്റവും ശുഭനായ വ്യാഴത്തെ പോലെ ഈശ്വരൻ എന്ന് വിളിക്കുന്നതില്ല. അതേപോലെ തന്നെയാണ് ചൊല്ല്, ശനിയെ പോലെ കൊടുക്കുന്നവനും കെടുത്തുന്നവനും ഇല്ലെന്ന്. ശനി നല്ലതാണെങ്കിൽ നമുക്ക് അതുപോലെ ഗുണം ചെയ്യും, ദോഷമാണെങ്കിൽ അതുപോലെ ദോഷം ചെയ്യും എന്നാണ്. പിന്നെ ശനി ദോഷത്തെ പറ്റി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശനിയുടെ ദോഷം എത്ര കാലമുണ്ടെന്ന് കണക്കാക്കിയാൽ വളരെ രസകരമായിരിക്കും. കാരണം ശനി ഒരു നമ്മുടെ ഗ്രഹനില രാശി വൃത്തത്തിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത് 30 വർഷം കൊണ്ടാണ്. അതാണ് 2.5 വർഷം വീതം 12 രാശിയിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ 2.5 വർഷം വീതമുള്ള 12 രാശിയിലെ സഞ്ചാരത്തിനിടയ്ക്ക് അടുപ്പിച്ച് 7.5 വർഷം 7.5 ശനിയുണ്ട്. വിട്ട് 2.5 വർഷം വീതം 3 തവണ കണ്ടകശനിയുണ്ട്. ഒരു തവണ അഷ്ടമശനിയുണ്ട്. അങ്ങനെ 7 തവണ 17.5 വർഷം ഈ ശനി, 7.5 ശനി, കണ്ടകശനി, അഷ്ടമശനി ഈ ദോഷമുണ്ട്. അപ്പം 30 വയസ്സാകുന്ന ഒരു വ്യക്തിക്ക് ഈ 17.5 വർഷം 7.5 ശനി, അഷ്ടമശനി, കണ്ടകശനി ദോഷങ്ങളുണ്ട്. അപ്പോൾ 60 വയസ്സായ വ്യക്തിക്ക് 35 വർഷം ഇതുണ്ട്. ഇതുകൂടാതെ 19 വർഷം ശനി ദശാകാലമുണ്ട്. 35ഉം 19ഉം 54. ഇതുകൂടാതെ മറ്റ് ദശാപഹാരങ്ങളിലെല്ലാം ശനിയുടെ അപഹാരമുണ്ട്. അതെ. അപ്പോൾ 60 വയസ്സുള്ള ഒരു വ്യക്തിക്ക് 55 വർഷവും ശനിയുടെ സ്വാധീനമുണ്ട്. അതൊരു സത്യമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇത് സമയങ്ങളെല്ലാം വളരെ ദോഷകരമാണ് അല്ല. അപ്പോൾ ശനിദോഷം എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് ശരിക്കും ഒരു നല്ല കാര്യം. പറഞ്ഞ ശനി ജാതകത്തിൽ നല്ലതാണെങ്കിൽ വളരെ ഗുണം ചെയ്യും. തുലാം ലഗ്നക്കാർക്ക് ശനി രാജയോഗം പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ്. ഇടവം ലഗ്നക്കാർക്ക് ശനി രാജയോഗം കൊടുക്കും ശനിയുടെ ദശാകാലങ്ങളിൽ. അപ്പോൾ അവർക്ക് രാജതുല്യമായ പദവികൾ ലഭിക്കുന്നത്. കുംഭം മകരം ലഗ്നക്കാർക്ക് ലഗ്നാധിപനാണ് ശനി. അപ്പം ശനി ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ശനി ആയുഷ്കാരകനാണ്. നമ്മൾ ഒരു തലക്കുറി എഴുതുമ്പോൾ അതിൽ ശനിയും വ്യാഴവും എവിടെ നിൽക്കുന്നു എന്ന് ആദ്യം എഴുതും. വ്യാഴശനി, കുംഭലഗ്നം ഇങ്ങനെ എഴുതും. കാരണം ശനിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അപ്പോൾ ശനി ശരിക്കും നമുക്ക് ദോഷം ചെയ്യുന്നതല്ല. ശനി ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ ശനി ദോഷങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശനിയുടെ ദോഷം എന്ന് പറയുന്നത് പൊതുവിൽ ശനിയെ നമ്മൾ ഗ്രഹനില അടയാളപ്പെടുന്നത് തന്നെ മാ എന്ന അക്ഷരത്തിലാണ്, മന്ദൻ എന്നാണ്. മന്ദതയാണ് ശനിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് എന്ത് കാര്യത്തിനും സ്ലോ. അപ്പം വിവാഹഭാവത്തിൽ ശനി നിന്നാൽ വിവാഹത്തിന് തടസ്സമല്ല താമസം, ഉദ്ദേശം നടക്കാതിരിക്കുക. തൊഴിൽ ഭാവത്തിൽ ശനി നിന്നാൽ തൊഴിലിന് നമുക്ക് ആ അർഹതപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുവാൻ താമസം വരിക. വിദ്യാസ്ഥാനത്ത് നിന്നാൽ അതും ഒരു പഠന സമയത്ത് ഉറക്കം തൂങ്ങിപ്പോവുക, ഒരു അലസത, മന്ദത, ഇങ്ങനെയുള്ള ശനിയുടെ സ്വാധീനം എന്ന് പറയുന്നത് മന്ദത കൂടുതൽ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശനി ഗുണവാനായാൽ അതുപോലെ ഗുണങ്ങളും ചെയ്യുന്നുണ്ട്. ശനി ഗുണവാനാകുമ്പോൾ ഈ അലസത പൂർണ്ണമായിട്ട് മാറും, വളരെ ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ശനി ദോഷകാരിയാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ജീവിതത്തിലെ നമ്മുടെ 3/4 ഭാഗം എന്നല്ല പറയേണ്ട, 90% സമയത്ത് നമുക്ക് ദോഷമായിരിക്കും. പക്ഷേ ഒരു വ്യക്തിക്കും അങ്ങനെ സംഭവിക്കുന്നില്ല. ഗുണങ്ങളും ദോഷങ്ങളും മാറി മാറി സംഭവിക്കുന്നു. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ എനിക്ക് ശനിദശയാണ്, അപ്പോൾ എന്ന് പറഞ്ഞാൽ അയാൾക്കുണ്ട് വളരെ മോശം അവസ്ഥ എന്നുള്ളതാണ്. ശുക്രദശ എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമാണോ? ശുക്രദശയിലും വളരെ ദോഷങ്ങളുണ്ട്. ഈ ശുക്രദശയിൽ ശനിയുടെ അപഹാരം വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് സെയിം സംഭവം ഫീൽ ചെയ്യില്ലേ?
അത് ശുക്രനും ശനിയും നിൽക്കുന്ന രാശി അനുസരിച്ച് കൂടി ഇരിക്കും. അത് ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്, ശനി പാപഗ്രഹമാണ്. അപ്പം അവരുടെ ആ ഒരു ഗ്രഹസ്ഥിതി അനുസരിച്ച് വ്യാഴവും ശുക്രനും ഏറ്റവും ശുഭനായ ഗ്രഹങ്ങളാണ്. പക്ഷെ ഇവ പരസ്പരം ദൃഷ്ടി ചെയ്താൽ ഗുരു ശുക്ര പരസ്പര ദൃഷ്ടി ദോഷമെന്നാണ് പറയുന്നത്. ശക്തമായ ദോഷമാണ് എന്ന് പറഞ്ഞ പോലെ ശുക്രനും ശനിയും നിൽക്കുന്ന രാശി അനുസരിച്ചും കൂടി അതിൻ്റെ ഗുണങ്ങളിൽ വ്യത്യാസം വരും. അപ്പോൾ ശനിയെ നമ്മൾ ഒരിക്കലും ദോഷകാരിയായിട്ട് കണക്കാക്കേണ്ട. ശനിക്ക് ഗുണം തരാൻ കഴിവ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഗ്രഹനിലയാണെങ്കിൽ ആ ശനിയുടെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ മതി. അപ്പോൾ ശനി ഗുണവാനായാൽ മുമ്പ് പറഞ്ഞ പോലെ ശനി വാരിക്കോരി നമുക്ക് തരും. ശനി ദോഷമാണെങ്കിൽ അതുപോലെ നമ്മളെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ശനി ദോഷത്തിനുള്ള പരിഹാരം ഒന്ന് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിന് ധാരാളം കാര്യങ്ങൾ, ശനിയുടെ എള്ള്, ഇരുമ്പ്, ഇതൊക്കെയാണ് ശനിയുടെ എള്ള് കൊണ്ടുള്ള ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പൊതുവിൽ ശനിയെ പ്രീതിപ്പെടുത്താൻ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന വഴിപാടെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ശ്രീ പരമേശ്വരൻ മഹാദേവനെ ഭജിക്കുക ശനിയാഴ്ച ദിവസം. അതേപോലെ തന്നെ ധർമ്മശാസ്താവിനെ, പിന്നെ ഹനുമാൻ സ്വാമിയെ. ഈ 3 അതായത് ഓരോരോ കാര്യങ്ങൾക്കായിട്ട്. ഇപ്പം തൊഴിൽ തടസ്സമാണെങ്കിൽ ശനിയെ കൊണ്ട് കർമ്മസ്ഥാനത്ത് ശനി ദോഷമായിട്ട് നിൽക്കുന്നതുകൊണ്ട് കർമ്മസ്ഥാനത്ത് ദോഷമുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും. ഹനുമാൻ സ്വാമി വളരെ പെട്ടെന്ന് ഫലം തരുന്ന ഒരു ദേവനാണ്. അതേപോലെ തന്നെ നമുക്ക് ഇത് വിവാഹ തടസ്സങ്ങളൊക്കെ ആണെങ്കിൽ മഹാദേവനെയും പാർവതി ദേവിയെയും ഭജിക്കാം. മറ്റ് ഓരോ ഭാഗ്യദർശനങ്ങളൊക്കെ ആണെങ്കിൽ ധർമ്മശാസ്താവിനെ ഭജിക്കാം, നീരാഞ്ജനം നടത്തുക. ഇങ്ങനെയുള്ള ധാരാളം പരിഹാരങ്ങൾ ശനിക്കുണ്ട്. പിന്നെ ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക. എന്തിനേറെ നമ്മൾ ശനി ദോഷമാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും പഞ്ചാക്ഷരിയും നാരായണ മന്ത്രവും ദിവസവും ജപിക്കുക. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. നമ്മൾ രാവിലെ വീട്ടിൽ കുളിച്ച് വിളക്ക് കൊടുത്ത് ശുദ്ധമായിട്ട് ഓം നമഃശിവായ അത് ജപിക്കുക. അതിന് തുല്യമായിട്ട് ഓം നാരായണായ നമ ജപിക്കുക. പലർക്കും ഈ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ജപിക്കും. അതേപ്പറ്റി പറയുന്നത് നമഃശിവായ മന്ത്രം കുറച്ച് ചൂട് കൂടുതലാണ്. അപ്പോൾ അത് ജപിക്കുമ്പോൾ അതിന് തുല്യമായിട്ട് നാരായണ മന്ത്രം കൂടി ജപിക്കണം. അപ്പോൾ നമഃശിവായ നാരായണ ദിവസവും ജപിച്ചാൽ തന്നെ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് എനർജി കൂടും. അത് ഈ ശനിയെ കൊണ്ടുള്ള എല്ലാ ദോഷങ്ങൾക്കും ഒരു പരിധി വരെ നമുക്ക് ദോഷങ്ങൾ അകലുകയും ചെയ്യും. നമുക്ക് എന്ത് കാര്യം ലഭിക്കണമെങ്കിലും തടസ്സങ്ങൾ മാറണമല്ലോ. അപ്പോൾ നെഗറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയിലോ ഒരു വീട്ടിലോ ഗുണങ്ങൾ കടന്നു വരാൻ മടിക്കും. അപ്പോൾ ആ നെഗറ്റീവ് എനർജി മാറുവാൻ നമഃശിവായ നാരായണ മന്ത്രങ്ങൾ ദിവസവും ജപിച്ചാൽ തന്നെ ഏറ്റവും ഗുണകരമാണ്. പിന്നെ നമുക്ക് സാധിക്കുന്ന പോലെ നമ്മൾ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഈ ശിവപ്രീതികരമായിട്ടുള്ള ജപങ്ങൾ, പാർവതി ദേവിയെ ഭജിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ശനി വളരെ ഗുണം തന്നെ ചെയ്യും. സാർ, ഈ ശനിയുടെ ഇതിനകത്ത് സാറ് പറഞ്ഞതുപോലെ ഈ നാട്ടിൽ പൊതുവേ ഉള്ളൊരു ടോക്കെന്ന് പറയുന്നത് ഈ കണ്ടകശനി കൊണ്ടേ പോകൂ, നമ്മളെ ശനി സമയത്ത് ഫുൾ സാറ് മാന്തിയെന്ന് പറഞ്ഞില്ലേ, ഫുൾ അലച്ചിലായിരിക്കും, ഫുൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും സക്സസ് ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ കൂടെ കടന്നു പോകുന്ന കാലങ്ങളാണ്. അപ്പോൾ അതിൽ പലർക്കും അറിയാത്ത കേസ് സാറ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു. അതായത് ശനി എല്ലാം തരുന്നൊരു ഗ്രഹമാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വാഭാവികമായിട്ടൊരു സംശയം, ഇപ്പോൾ എൻ്റെ ജാതകത്തിൽ എൻ്റേത് പറയേണ്ട ഒരു ജാതകത്തിൽ രാജയോഗമുണ്ട്. ശനിയുടെ കാലം വരുന്ന സമയത്ത് ഈ സ്വാഭാവികമായിട്ടും ഈ രാജയോഗം ഫലപ്രദമാകില്ലല്ലോ. അതായത് ശനിയുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 7.5 വർഷം ശനിയിൽ ലാസ്റ്റ് 2.5 വർഷമായിരിക്കുമല്ലോ നല്ല റിസൾട്ട് തന്നിട്ട് പോവുക. അതിന് മുൻപ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ രാജയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫലവത്താകുമോ? അപ്പോൾ തീർച്ചയായിട്ടും ആ രാജയോഗം ലഭിക്കുന്നില്ലെങ്കിൽ കൂടി കഷ്ടതകൾ തീർച്ചയായിട്ടും കുറയും. അങ്ങനൊരു ഗുണമുണ്ട്. നമുക്ക് അനുഭവിക്കേണ്ട വലിയ കണ്ണിക്കൊള്ളേണ്ട ഒരു സാധനം പുരികത്തിക്കൊണ്ട് മാറി എന്നൊരു ചൊല്ലുണ്ട്. അത്രയെങ്കിലും ഗുണം നമുക്ക് തീർച്ചയായും ഉണ്ടാകും. അപ്പം പിന്നെ ഈ 7.5 ശനിയും കണ്ടകശനിയും അഷ്ടമശനിയും ഒക്കെ ദോഷകാരിയാണോ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പലപ്പോഴും ആൾക്കാർ പെട്ടെന്ന് എൻ്റെ സമയം എങ്ങനെയുണ്ടെന്ന് ചോദ്യം ചോദിക്കും. നമ്മൾ ഈ കവടിയൊന്നും നോക്കിയല്ല, ചുമ്മാ കാണുമ്പോൾ എൻ്റെ നക്ഷത്രം ഇന്നതാണ് എന്തുണ്ട്, അപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ആ നക്ഷത്രം നിൽക്കുന്ന രാശി ഏതാണ്, അവിടെ ശനി ഏത് ഭാവത്തിൽ നിൽക്കുന്നു പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 7.5 ശനിയുണ്ട്, ഇച്ചിരി സൂക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്ന്
പറഞ്ഞ് ശനി, ഏഴരശനിയും കണ്ടകശനിയും അഷ്ടമശനിയും ഒരു ദോഷകരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ദോഷം ചെയ്യില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ശനി സഞ്ചരിക്കുന്ന രാശി കുംഭൻ രാശിയിലാണ്. അപ്പോൾ കുംഭൻ രാശി ഇനി അത് മാറുന്നത് അതെ വക്രത്തിലാണ്. എങ്കിലും കുംഭൻ രാശി തന്നെയാണ്, വക്രത്തിലേക്ക് വേറെ രാശിയിലേക്ക് വന്നിട്ടില്ല. ഇനി അടുത്ത മാർച്ചിലാണ് ശരിക്കും രാശി മാറ്റമുള്ളത്. അപ്പോൾ ഈ കുംഭൻ രാശി വരുന്ന പൂരിട്ടാതിയുടെ ആദ്യം 3 പാദം, ഉത്രട്ടാതി പൂരിട്ടാതി അല്ല, അവിട്ടം, ചതയം, പൂരിട്ടാതി, മുക്കാല്. അവിട്ടത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരിട്ടാതിയുടെ ആദ്യ 3 പാദങ്ങൾ. ഈ 3 നക്ഷത്രങ്ങൾക്ക് കുംഭം രാശി ഏഴരശനിയും അഷ്ടമശനിയും കൂടി വരുന്ന സമയമാണ്. രണ്ടും ഏഴരശനിയും കണ്ടകശനിയും വരുന്ന സമയമാണ്. ഇവർക്ക് നല്ല ദോഷ സമയമായിരിക്കും ഇപ്പോൾ. തീർച്ചയായിട്ടും ഈ 3 നക്ഷത്രത്തിലുള്ളവർക്ക് ശനി ഇപ്പോൾ നല്ലതാണ്. ഏതൊക്കെ നക്ഷത്രം ഒന്നുകൂടെ പറയാമോ? അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. അപ്പോൾ ഈ ശനിയുടെ രാശിമാറ്റം വരുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി, ഇവർക്ക് ആ കൂറിലേക്ക് ശനി വരുന്നു. അപ്പോൾ അവർക്ക് ശനിയുടെ മധ്യാവസ്ഥ, അത് 7.5 ശനി അടുപ്പിച്ച് 7.5 വർഷമാണെങ്കിലും തുടക്കത്തിൻ്റെ 2.5 വർഷവും ശനി ശക്തി പ്രാപിച്ചു വരുന്നു. അവസാന 2.5 വർഷം ദോഷം കുറഞ്ഞു വരുന്നു. മധ്യത്തിൽ വരുന്ന ആ 2.5 വർഷം ഏറ്റവും ശക്തമായിട്ടുള്ള 7.5 ശനിയാണ്. അതോടൊപ്പം ആ സമയത്ത് കണ്ടകശനിയും കൂടെ വരുന്നു. ആ അവസ്ഥ എല്ലാവർക്കും ഉണ്ടാകാം, 30 വർഷത്തൊരിക്കൽ എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പോൾ അത് ഈ കുംഭക്കൂറുകാർക്കാണുള്ളത്. അവർക്ക് ശനിപ്രീതി നല്ലവണ്ണം അത്യാവശ്യമാണ്. പിന്നെ അവർക്ക് ശനി ഈ പറഞ്ഞതുപോലെ യോഗകാരകനോ ഒക്കെ ആണെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും. എങ്കിലും ശനിപ്രീതിയിൽ കൂടിയിട്ട് അവർക്ക് ഗുണങ്ങൾ ഉണ്ടാക്കുവാൻ തന്നെ സാധിക്കും. അത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.